കൊച്ചി താരസംഘടനയായ അമ്മയിൽ പ്രതിസന്ധി രൂക്ഷം. അമ്മയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുന്നത് പോലും പരിഗണനയിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിന്റെയും സിദ്ദീഖിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെയും പേരിലാണ് ഈ ആലോചന. സിദ്ദീഖിനെതിരെ വളരെ മുമ്പ് തന്നെ ആരോപണം ഉയർന്നിരുന്നു. എന്നിട്ടും അമ്മയുടെ താക്കോൽ സ്ഥാനത്തേക്ക് മോഹൻലാൽ പാനലിൽ സിദ്ദീഖ് മത്സരിച്ചു. ഇത് ലാലിനുണ്ടായ വീഴ്ചയായി വിലയിരുത്തുന്നു. ഹേമ കമ്മിറ്റിയിലും ഇനി മറുപടി പറയാൻ കഴിയാത്ത പ്രസിഡന്റ് എന്തിനാണ് ചോദ്യം ഉയർന്ന്? ഈ സാഹചര്യത്തിൽ മോഹൻലാൽ കടുത്ത സമ്മർദ്ദത്തിലാണ്. എല്ലാവരും രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പ് എന്ന ചിന്ത പോലും സംഘടനയിൽ സജീവമാണ്. ഹേമ കമ്മിറ്റിയിൽ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന് തന്നെ ആരോപണങ്ങളുടെ മൂർച്ചയിൽ അരങ്ങൊഴിയേണ്ടി വന്നത് 506 അംഗങ്ങളുള്ള സംഘടനയ്ക്ക് കടുത്ത ക്ഷീണമായി. യുവനടിയുടെ ആരോപണം പോലീസ് കേസിലേക്ക് നീങ്ങിയാൽ സ്ഥിതി കുഴപ്പത്തിലാകുമെന്ന ആശങ്ക രാജി വേഗത്തിലാക്കി. ഈ സാഹചര്യം ഉണ്ടാക്കിയത് മോഹൻലാലിന്റെ നിലപാടില്ലായ്മയാണെന്നാണ് വിമർശനം. തൽക്കാലം മമ്മൂട്ടി വിവാദങ്ങൾ ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല. ഇത് സംഘടനയെ വെട്ടിലാക്കുന്നു. സിദ്ദീഖ് പറഞ്ഞതിനെ തള്ളിയെങ്കിലും ജഗദീഷിന്റെ നിലപാടുകൾക്കാണ് പൊതുസമൂഹം കൈയടിച്ചത്. ജഗദീഷ് സംഘടനയിലെ പൊതു സ്വീകരണമായി മാറുന്നുണ്ട്. അമ്മ തിരഞ്ഞെടുപ്പിൽ സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവരുടെ പാനലിനെ വെല്ലുവിളിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ച ജയൻ ചേർത്തല നേതൃത്വത്തിനെതിരാണ്. അമ്മയുടെ അപ്രഖ്യാപിത ശത്രുവായ WCCയുടെ നിലപാടിനെ ജയൻ പ്രശംസിച്ചപ്പോൾ ജഗദീഷും അവർക്കൊപ്പമായി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അൻസിബ ഹസൻ, ഉർവശി, ശ്വേതാമേനോൻ തുടങ്ങിയവരെല്ലാം തുറന്ന വിമർശനം നടത്തിയിരുന്നു. മോഹൻലാലിന് പ്രതികരണശേഷിയില്ലെന്ന് ഷമ്മി തിലകൻ പ്രതികരിച്ചു. സിദ്ദീഖിനെതിരെ ആരോപണം ഉയർന്ന ഉടൻ ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് ഒരു അംഗം ഇമെയിൽ അയച്ചിരുന്നു. ഇതെല്ലാം അമ്മയിൽ അസാധാരണമാണ്. അമ്മ സംഘടനയുടെ 17 അംഗ എക്സിക്യൂട്ടീവ് നാളെ കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട്. ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന് നൽകി ജനറൽ ബോഡി വിളിച്ചു എല്ലാവരും സ്ഥാനമൊഴിയുന്നതും ആലോചനയിലുണ്ട്. വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ദീഖും 2 മാസം പോലും തികയാതെ മുമ്പാണ് സ്ഥാനമൊഴിയേണ്ടി വന്നത്. ഈ സാഹചര്യത്തിൽ മോഹൻലാൽ കൂടി മാറിയാൽ സംഘടനയെ ആര് നയിക്കുമെന്ന ചോദ്യം സൂപ്പർ താരങ്ങൾക്കിടയിലുമുണ്ട്. ആരെങ്കിലും നയിക്കട്ടെ എന്ന നിലപാട് ചില യുവതാരങ്ങൾക്കും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും രാജിവെച്ച് തിരഞ്ഞെടുപ്പ് എന്ന ചിന്തയെ ജഗദീഷും പിന്തുണയ്ക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ സംഘടനയുടെ പ്രതികരണം ഏതു രീതിയിലാകണമെന്ന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. റിപ്പോർട്ട് പഠിച്ച ശേഷം മതിയെന്നും പെട്ടെന്ന് എടുത്തുചാടി പ്രതികരിച്ച് കുഴപ്പത്തിലാകരുതെന്നും ഒരു വിഭാഗം വാദിച്ചു. ഇതിനിടയിലാണ് സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ലൈംഗികാരോപണമടക്കം ഉയർന്ന സാഹചര്യത്തിൽ നേതൃത്വമൊഴിയാൻ മോഹൻലാൽ സന്നദ്ധത അറിയിച്ചതെന്നാണ് വിവരം ചർച്ചയാകുന്നത്. അംഗങ്ങളായ നടിമാരുടെ പരാതികൾ അവഗണിച്ചെന്നും അമ്മയ്ക്കെതിരെ ആരോപണമുണ്ട്. സംഘടനാ നേതൃത്വം ഒഴിയുന്നതിന് സംബന്ധിച്ച് ഒരു ആത്മീയ നേതാവിന്റെ ഉപദേശം മോഹൻലാൽ തേടിയതായും റിപ്പോർട്ടുണ്ട്. സംഘടന വൻ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സൂപ്പർ താരം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടതെന്നും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ജനറൽ സെക്രട്ടറിക്കും പിന്നാലെ പ്രസിഡന്റും സ്ഥാനമൊഴിഞ്ഞാൽ സംഘടന കൂടുതൽ സംശയ നിലയിലാകുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു.